മഴക്കാല ചികിത്സയാണ് കർക്കിടക ചികിത്സ എന്നറിയപ്പെടുന്നത്. ശരീരവും മനസ്സും ഒക്കെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുന്നതിന് നമ്മുടെ ആയുർവേദ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സയാണ് കർക്കിടക ചികിത്സ. ഇത് നമ്മൾ മലയാള മാസം അവസാന മാസമായ കർക്കിടകത്തിൽ, അതായത് നമ്മുടെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കർക്കിടക ചികിത്സ. ഈ മാസമാണ് ഈ ചികിത്സയ്ക്ക് കൂടുതൽ അനുയോജ്യം, അതായത് ആയുർവേദ ചികിത്സകൾക്ക് കർക്കിടക മാസം കൂടുതൽ അനുയോജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നതായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. കർക്കിടക ചികിത്സയിൽ പ്രധാനമായും നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുകയും അതിൻ്റെ മലീമസമായ വസ്തുക്കളെ നീക്കുകയും ചെയ്യുന്നതെന്നാണ്. അതിന് നമ്മൾ പ്രധാനമായും പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് വമനം, വിരേചനം, ബസ്തി, നസ്യം, രക്തമോക്ഷണം തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് അത് ഓരോ രോഗികൾക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ ചികിത്സാ രീതികളും പറ്റണമെന്നില്ല. പക്ഷേ അവരുടെ കണ്ടീഷനും ഹെൽത്തും അസുഖവും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ഓരോ പേഷ്യൻസിന് ഏത് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. മറ്റൊരു കർക്കിടക ചികിത്സയുടെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ റെജുവിനേഷൻ. അതായത് നമ്മളുടെ ശരീരത്തിലെ ടിഷ്യൂസിനെ എല്ലാം ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് ശരീരം ശക്തിപ്പെടുത്തുന്നതാണ് കർക്കിടക ചികിത്സയിലെ മറ്റൊരു ലക്ഷ്യം. രോഗികൾക്ക് അനുയോജ്യമായ ഔഷധ തൈലം കൊണ്ട് മസാജ്, അഭ്യംഗം, അതുപോലെ തന്നെ സ്റ്റീം ബാത്ത്, പിന്നെ കിഴികൾ, ഞവരക്കിഴി, ഇലക്കിഴി, ധാര, പിഴിച്ചിൽ തുടങ്ങി നിരവധി ചികിത്സകൾ രോഗികൾക്കനുസരിച്ച് ചെയ്യുന്നു. കർക്കിടക ചികിത്സയിലെ മറ്റൊരു പ്രധാന കാര്യമാണ് കർക്കിടക കഞ്ഞി. ഞവരരി, ചുക്ക്, കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക, തിപ്പല്ലി, ഉലുവ, ആശാളി, അയമോദകം, കുറുന്തോട്ടി, തക്കോലം, കുടകപ്പാലയരി തുടങ്ങിയവയൊക്കെ ഇട്ടാണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിന് ബലവും ആരോഗ്യവും പോഷകസമ്പുഷ്ടവും ശരിയായ രീതിയിൽ ആഹാരം ദഹിപ്പിക്കാനുള്ള ശക്തിയും നൽകുന്നു. ചികിത്സ ചെയ്യുമ്പോൾ മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണ്. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, വ്യായാമം, അതുപോലെ തന്നെ ഭക്ഷണക്രമം, യോഗ, മതിയായ വിശ്രമം തുടങ്ങിയവ ചെയ്യുന്നതിലൂടെ ചികിത്സയുടെ ഫലപ്രാപ്തി വർദ്ധിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു കർക്കിടക ചികിത്സയിലെ ഒരു ബെനിഫിറ്റാണ് ഇമ്മ്യൂണിറ്റി പവർ. നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നത് കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. കർക്കിടക ചികിത്സയിൽ ഒരു പ്രതിരോധപരമായ പരിപാലനമാണ് മഴക്കാലത്ത് പതിവായി ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. കർക്കിടക ചികിത്സ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇന്ന് തന്നെ ആയുഷ്കാമി ആയുർവേദയിൽ നിങ്ങളുടെ കർക്കിടക ചികിത്സയ്ക്കുള്ള ബുക്കിംഗ് ചെയ്യുക. താങ്ക് യു.